ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ സ്റ്റോക്ക് സെലക്ഷനാണ്. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് സെലക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, പ്രീവിയസ് വീഡിയോയിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലെല്ലാം മാർക്ക് ചെയ്യണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്യണത്, ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യണതെന്ന് നമ്മൾ പറഞ്ഞു തന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് ലെവൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എൻട്രി എടുക്കാനും സ്റ്റോപ്പ് ലോസ് വെക്കാനെല്ലാം സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൽസ് എല്ലാം മാർക്ക് ചെയ്യാൻ മനസ്സിലായെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യോട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കൊരു ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. 100% പെർഫെക്ഷൻ കിട്ടില്ല, എന്നാലും നമുക്കൊരു 80 to 90% ഷാർപ്പായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ലെവൽസ് മാർക്ക് ചെയ്താലും നമുക്ക് എല്ലാം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിലെല്ലാം മൂവ്മെൻറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് വെറുതെ വാച്ച് ലിസ്റ്റ് ഇങ്ങനെ നിറച്ച് വെക്കാന്നേ ഉള്ളൂ. അപ്പോൾ അതിന് രണ്ട് ടൈപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, 2 മെത്തേഡ്. ഇൻട്രാഡേക്ക് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള 2 മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ NSEയുടെ വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, NSEയുടെ വെബ്സൈറ്റ് ഞാൻ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് NSE ഇന്ത്യ അതിൽ കയറിയിട്ട് ഫസ്റ്റ് കാണുന്നത് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇതിൽ താഴെ നമുക്ക് ഒരുപാട് ന്യൂസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ, ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് തന്ന സ്റ്റോക്കുകൾ. ഓക്കെ, അത് മേലോട്ടായാലും അല്ലെങ്കിൽ താഴോട്ടായാലും ഇത് നിഫ്റ്റി 50-ൽ മാത്രമുള്ള സ്റ്റോക്കുകളാണ്. അതായത് 50 സ്റ്റോക്കുകളിലെ 10 സ്റ്റോക്കുകൾ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 50 സ്റ്റോക്കുകൾ മാത്രം നോക്കാതെ നമ്മളിവിടെ ഇക്വിറ്റിയിൽ വരികയാണെങ്കിൽ ഇക്വിറ്റീസ് എടുക്കുക. ഇവിടെ ഗെയിനേഴ്സും ലൂസേഴ്സും ഉണ്ടാവും. ഇവിടെ ഓവറോൾ നമ്മുടെ NSEയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് സ്റ്റോക്കുകൾ, ആയിരക്കണക്കിനല്ല, ഇപ്പോൾ 3000 സംതിങ് സ്റ്റോക്കുകൾ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിൽ 10 സ്റ്റോക്കുകൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കിട്ടും കേട്ടോ. ഞാനൊരു 10 എണ്ണം കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ വിവോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ടോപ്പിൽ കിടക്കുന്ന 10 എണ്ണം, ഗെയിനേഴ്സിൽ ടോപ്പിൽ കിടക്കുന്ന 10 എണ്ണം, ഇതിലൊരു 5 എണ്ണം എടുത്താൽ മതി. ഓക്കെ, ഇതിലൊരു 5 എണ്ണം, ഇതിൽ ഇത് കണ്ടോ, 20% മൂവ്മെൻറ്റ്, 20% മൂവ്മെൻറ്റ്, 20% മൂവ്മെൻറ്റ്. ഓക്കെ, 4 എണ്ണം 20% മൂവ്മെൻറ്റ് അടിച്ചിട്ടുണ്ട്. അതായത് അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. ഇത് അപ്പർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡൗട്ട് വരണ്ട. അതായത് ഒരു ദിവസം വരാവുന്നതിൽ ഏറ്റവും മാക്സിമം മൂവ്മെൻറ്റ് 20% വരാൻ പാടുള്ളത്. എന്താ പറയുക, അതവിടെ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് അതിൻ്റെ മേലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, ബൈ ചെയ്യാനൊന്നും പറ്റില്ല. 20% ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, സർക്യൂട്ട് അടിക്കും. സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഈ ഒരു ദിവസം ഇപ്പോൾ ഇതൊരു 20% ഒരു 12 മണിയാകുമ്പോൾ ഈ ഒരു 20% ആയിക്കഴിഞ്ഞാൽ, 20% മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 മണി തൊട്ട് 3:30 വരെ, മാർക്കറ്റ് ക്ലോസ് ആവുന്നത് വരെ നമുക്കിതിൽ ബൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നിന്ന് ഒരു താഴോട്ട് ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രം നമുക്ക് പിന്നീട് ബൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലുള്ളൊരു 5 സ്റ്റോക്ക് എടുത്താൽ മതി. ഓക്കെ, ഈ 5 സ്റ്റോക്കുകൾ നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് നാളത്തെ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും ലൂസേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു 5 എണ്ണം എടുത്തു വയ്ക്കുക. ഇതിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാൻ വേണ്ടി എടുക്കാം. ഓക്കെ, അതായത് സെല്ല് ചെയ്ത് പിന്നീട് ബൈ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് രീതി. അപ്പോൾ ഇതിൽ ഷോർട്ട് പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും നമുക്കിതിലൊരു 5 എണ്ണം എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ ഒരു 10 സ്റ്റോക്ക് ഉണ്ടല്ലോ, ഓവറോൾ ഒരു 10 എണ്ണം, ടോട്ടൽ ഒരു 10 എണ്ണം വരും. ഇതിൽ
പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെയാണോ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതുപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗെയിനേഴ്സിലുള്ള സ്റ്റോക്സ് എല്ലാം നമുക്ക് ലോങ് എൻട്രി എടുക്കാൻ, അതായത് ബൈ ചെയ്ത് പിന്നെ സെല്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഇന്ന് ഗെയിനേഴ്സ് ആണ് നാളെ ഇതേപോലെ കയറുന്ന എന്താ ഉറപ്പ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇങ്ങനെ ഈ ടോപ്പ് ഗെയിനേഴ്സ് ഒക്കെ ആയി നിൽക്കുന്ന സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, ഇത് ഒരു ദിവസം കൊണ്ട് ഇതിന്റെ മൂവ്മെന്റ് നിൽക്കില്ല. ഓക്കെ, അത് 1, 2, 3 ദിവസം 4 ദിവസവും വരെയൊക്കെ പോവാറുണ്ട്. അപ്പൊ ഇതിലൊരു 5 സ്റ്റോക്കും ഈ ലൂസേഴ്സിലൊരു 5 സ്റ്റോക്കും എടുത്തു വെക്കുക. എന്നിട്ട് ഇതിൽ ഈ ലൂസേഴ്സിൽ വരുന്നതിൽ ഈ സ്റ്റോക്കുകൾ ഷോർട്ട്, അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. ഈ ഗെയിനേഴ്സ് എടുത്തിട്ട് ഇതിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ ബൈ ചെയ്ത് സെല്ല് ചെയ്യാം, ലൂസേഴ്സിൽ സെല്ല് ചെയ്തിട്ട് പിന്നീട് ബൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു മെത്തേഡ്. ഓക്കെ, സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരു മെത്തേഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 52 വീക്ക് ഹൈ ആൻഡ് 52 വീക്ക് ലോ എടുത്ത് ട്രേഡ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളായിരിക്കും ഈ 52 വീക്ക് ഹൈ ആൻഡ് 52 വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ ഇക്വിറ്റീസ് എടുത്തിട്ട് നമ്മൾ വ്യൂ ഓൾ കൊടുക്കുക. നമ്മൾ നേരത്തെ ഈ ഗെയിനേഴ്സിനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ 52 വീക്ക് ഹൈ ലോ ഉണ്ടാവും. ഓക്കെ, ഈ 52 വീക്ക് ഹൈ ലോ എടുക്കാം. ഇതിൽ വരുന്ന സ്റ്റോക്കുകൾ, ഓക്കെ, ഈ സ്റ്റോക്കുകൾ നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് 52 വീക്ക് ലോ, 52 വീക്ക് ഹൈ അതിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് വരുമെന്ന് പറയാൻ കാരണം, ഒരുപാട് നാളായിട്ട് ബ്രേക്ക് ചെയ്യാത്ത ഒരു ലെവലാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു മൂവ്മെന്റ് വരാനുള്ള ചാൻസ് ഒരു 80% വരെ ഉണ്ട്. ഓക്കെ, ഒരു 80 to 90% ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ മെത്തേഡ് എടുക്കുന്നത്. ഓക്കെ, ഇതിൽ 52 വീക്ക് ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ലോ ഒക്കെ അടിച്ച സ്റ്റോക്കുകളാണിത്. ഇതിപ്പോൾ 52 വീക്ക് ഹൈ ആണ്, 52 വീക്ക് ലോ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 52 വീക്ക് ഹൈ എടുക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു 5 സ്റ്റോക്കുകൾ എടുത്ത് കയ്യിൽ വെക്കുക, കുഴപ്പമില്ലാത്ത. ഇപ്പോൾ ഈ ഒരു പ്രൈസ്, ഇപ്പോൾ ഈ ഒരു ABFR എന്നൊക്കെ പറയുമ്പോൾ ആദിത്യ ബിർള ആണ്, ആ സ്റ്റോക്കുകളൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്യണം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒക്കെ ഉള്ള സ്റ്റോക്കുകൾ. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സ്റ്റോക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു വോളിയം കിട്ടും. ഇൻട്രാഡേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 5 സ്റ്റോക്കുകൾ, ഇപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് കുഴപ്പമില്ലാത്ത ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ ഉള്ളവർ വലിയ സ്റ്റോക്ക് എടുക്കുക, ക്യാപിറ്റൽ ഇല്ലാത്തവർ ചെറിയ സ്റ്റോക്ക് എടുക്കുക എന്നല്ല, സ്റ്റോക്ക് നല്ലത് ഏതാണോ അതെടുക്കുക. ചിലപ്പോൾ ചില സമയത്തുണ്ടല്ലോ, ഇത് ഈ 7000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇതിനെക്കാട്ടിലും നല്ല മൂവ്മെന്റ് ഈ 600 രൂപയുടെ സ്റ്റോക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റോക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ അല്ല, പ്രൈസിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, വോളിയത്തിലാണ് ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ വോളിയം ചാർട്ട് അല്ലെങ്കിൽ വോളിയം ബാർസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം അതിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 5 സ്റ്റോക്ക് എടുത്തിട്ട് ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇന്ന് ഉണ്ടാക്കിയ ഹൈ ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്ത് വെക്കുക. നാളെ ഈ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് അവിടെ നിന്ന് ഒരു ലോങ് എൻട്രി പോകാൻ പറ്റുന്നതാണ്. ഒരു 80 to 90% അവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 എണ്ണം എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ 5 എണ്ണവും മേലെ 52 വീക്ക് ഹൈ ബ്രേക്ക് ആയിട്ട് മേലോട്ട് പോകുന്നത് യാതൊരു നിർബന്ധമില്ല. അതിൽ നിന്ന് 1-2 സ്റ്റോക്ക് എന്തായാലും പോയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോകുന്ന സ്റ്റോക്കിൽ, ആ ഒരു മൂവ്മെന്റ് തരുന്ന സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 52 വീക്ക് ഹൈയുടെ മേലേക്ക് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ABFR നമുക്ക് നോക്കാം. ഓക്കെ, ABFR നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 52 വീക്ക് ഹൈ ആണിത്.
ഓക്കെ, ഇതിൽ ഈ ഒരു ലെവൽ ബ്രേക്കായി മേലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഷുവറായിട്ട് എൻട്രി എടുക്കാം. ഈ ഒരു ലെവൽ തന്നെ ബ്രേക്കായി മേലോട്ട് പോകണമെന്നില്ല. നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്കായി മേലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? ഇതിൽ വിക്ക് മാത്രമല്ല മേലെ പോയിട്ടുള്ളൂ. കുഴപ്പമില്ല, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോങ് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലേക്ക് നമ്മൾ എങ്ങനെ ടാർഗറ്റ് വെക്കും, എവിടെ വരെ പോകുമെന്ന് നമുക്കറിയില്ല. കാരണം 52 ആഴ്ചകളായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്കത് കണ്ടുപിടിക്കണമെങ്കിൽ 1 അവർ ചാർട്ടാക്കി നോക്കാം. ഓക്കെ, 1 അവർ ചാർട്ടിലും രക്ഷയില്ല. 1 ഡേ ചാർട്ടാക്കി നോക്കാം. ഓക്കെ, 1 ഡേ ചാർട്ടിൽ നമുക്ക് കിട്ടിയ ലെവൽസ് ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 1 ഡേ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടോ എത്ര അടിപൊളിയായിട്ട് ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി അതല്ല പിവറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിവറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെവൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്കായി മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് ടാർഗറ്റായി വെച്ചിട്ട് ഇവിടുന്ന് ട്രേഡ് ചെയ്യാം. ഓക്കെ, 5 രൂപ ടാർഗറ്റായി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ 52 വീക്ക് ഹൈ ആൻഡ് ലോ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ടെന്ന് തോന്നുന്ന ഒരു 3-4 സ്റ്റോക്കുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഇതേപോലെ ലെവൽസ് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ബ്രേക്ക് ഔട്ട്സ് ട്രേഡ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ലെവൽസ് മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ വാച്ച് ചെയ്താൽ മതി. ഇതാണ് 2 മെത്തേഡുകൾ. നമ്മൾ ഇപ്പോൾ 2 മെത്തേഡുകളെ പറ്റി സംസാരിച്ചു. ഒന്ന് ഗെയിനേഴ്സും ലൂസേഴ്സും. അതിലും സെയിം നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇൻട്രാഡേയിൽ എങ്ങനെയാണോ മൂവ്മെൻറ്റ് തരുന്നത് അതനുസരിച്ച് ട്രേഡ് ചെയ്യണം. അപ്പോൾ ലൂസേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ ലൂസേഴ്സിൻ്റെ എടുത്തിട്ട് അതിൽ ഷോർട്ട് പൊസിഷനുള്ള ഒരു എൻട്രി തരുവാണെങ്കിൽ ഷോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുക. ഗെയിനേഴ്സ് ആണെങ്കിൽ ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു എൻട്രി തരുവാണെങ്കിൽ അത് മാത്രം എടുക്കുക. ഓക്കെ, ഗെയിനേഴ്സിൽ കയറി ഷോർട്ട് ചെയ്യാനും അതുപോലെ ലൂസേഴ്സിൽ കയറിയിട്ട് ലോങ് എൻട്രി എടുക്കാനും നിൽക്കണ്ട. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലും എടുക്കരുത്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് 52 വീക്ക് ലോയും എടുത്തിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അതായത് 52 ആഴ്ചകളായിട്ട് ആ ഒരു പ്രൈസ് പോയിന്റിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ലോയും നമ്മൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ഇതിൽ ലോയും മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തീരെ വോളറ്റിലിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാത്രം ഇപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഗെയിനേഴ്സ് മാത്രം എടുത്തിട്ട് അതിലൊരു ലോങ് പൊസിഷൻ തരികയാണെങ്കിൽ, ഓക്കെ, ലോങ് പൊസിഷൻ തരികയാണെങ്കിൽ അതിൽ എൻട്രി എടുക്കാം. ഓക്കെ, ഷോർട്ട് പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ലൂസേഴ്സ് എടുത്തിട്ട്, അതായത് ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും ഉണ്ടല്ലോ, അതിൽ ലൂസേഴ്സ് എടുത്തിട്ട് അതിലൊരു 5 എടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതായത് ഗെയിനേഴ്സ് എടുക്കുക, അതിൽ ലോങ് പൊസിഷൻ ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ ലൂസേഴ്സ് വരികയാണെങ്കിൽ, ലൂസേഴ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ, ഷോർട്ട് പൊസിഷനുള്ള ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ഗെയിനേഴ്സിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവണം. ലൂസേഴ്സിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ആവണം. അതുപോലെ തന്നെ 52 വീക്ക് ഹൈയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് അതിലും റെസിസ്റ്റൻസ് ബ്രേക്ക് ആവണം. 52 വീക്ക് ലോ ആണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ
അത് ഹോൾഡ് ചെയ്തിട്ട് സെല് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് അടുത്ത സപ്പോർട്ട് വരെ ഹോൾഡ് ചെയ്ത് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ എടുത്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ഒരു 4 പോയിന്റ്സ് എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓരോ തീരുമാനങ്ങൾ മാർക്കറ്റിൽ എടുക്കുമ്പോഴും ഈ ഒരു 4 പോയിന്റ്സ് എപ്പോഴും മനസ്സിലുണ്ടാവണം. To destroy greed, follow your rules. To destroy anxiety, reduce your risk. To destroy fear, think in probability. To destroy anger, think there is always another opportunity. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.